ഓം ആദിദേവ നമസ്തുഭ്യം പ്രസീദ മമ ഭാസ്കര ദിവാകര നമസ്തുഭ്യം പ്രഭാകര നമോസ്തുതേ. ആത്മഭാവങ്ങളെ, പുരാണ കഥകളിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ ഇന്നത്തെ കഥ ബ്രഹ്മദേവൻ കുബേരന് നൽകിയ സമ്മാനങ്ങൾ. പ്രിയരെ, അസുരപ്രധാനിയായിരുന്നു വിശ്രവസ്. ഇദ്ദേഹം ഭരദ്വാജ മഹർഷിയുടെ പുത്രിയായ ദേവർനിനിയെ തന്റെ ഭാര്യയാക്കി. ദാമ്പത്യസുഖം അനുഭവിച്ചുകൊണ്ട് അവർ സസുഖം പാർത്തുവന്നു. എന്നാൽ ക്രമേണ അനപത്യതാ ദുഃഖം ആ ദമ്പതികളെ അലട്ടിത്തുടങ്ങി. ഒടുവിൽ ബ്രഹ്മദേവനെ തപസ് ചെയ്ത് പ്രസന്നനാക്കി പുത്രലാഭം നേടാൻ വിശ്രവസ് തീർച്ചയാക്കി. അദ്ദേഹം ഹിമാലയ സാനുക്കളിൽ പോയി തപസ്സാരംഭിച്ചു. അതിഘോരമായ തപസ്സിനൊടുവിൽ പ്രത്യക്ഷനായ ബ്രഹ്മദേവൻ പറഞ്ഞു, നിന്റെ തപസ് എന്നെ സന്തുഷ്ടനാക്കിയിരിക്കുന്നു. എന്ത് വരമാണ് നൽകേണ്ടത്? വിശ്രവസ് ബ്രഹ്മദേവനോട് അപേക്ഷിച്ചു, ദേവ, അസുരനായ ഞാൻ ദേവകൾ പോലും അസൂയപ്പെടുന്ന വിധത്തിൽ സുഖിമാനാണ്. എങ്കിലും എന്റെ കാലശേഷം പൈതൃകം കാത്തുസൂക്ഷിക്കാൻ ഒരു പുത്രനില്ലാതെ വന്നിരിക്കുന്നു. അനപത്യതാ ദുഃഖമെന്ന മഹാവേദനയിൽ നിന്നും അവിടുന്ന് കരുണ തോന്നി എന്നെ രക്ഷപ്പെടുത്തിയാലും. വിശ്രവസിന്റെ വാക്കുകളിൽ കാരുണ്യം തോന്നിയ ബ്രഹ്മാവ് പറഞ്ഞു, അല്ലയോ വിശ്രവസ്, നിന്റെ ദുഃഖം ഞാൻ അറിയുന്നു. നിനക്ക് ധീരനും പരാക്രമിയുമായ ഒരു പുത്രൻ ജനിക്കും. ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം അവന്റെ നാമം അനശ്വരമായിരിക്കുകയും ചെയ്യും. ഇപ്രകാരം പറഞ്ഞതിനു ശേഷം ദേവൻ അപ്രത്യക്ഷനായി. ഏറെ നാളുകൾ കഴിയുന്നതിനു മുമ്പ് തന്നെ ദേവർനിനി ഒരു ശിശുവിന് ജന്മം നൽകി. സുന്ദരനും ആരോഗ്യവാനുമായ ആ ശിശുവിന് കുബേരൻ എന്ന് നാമകരണം ചെയ്തു. ബ്രഹ്മദേവ ഭക്തനായി കുബേരൻ വളർന്നു വന്നു. ബ്രഹ്മദേവനെ പ്രത്യക്ഷനാക്കി വരങ്ങൾ നേടുന്നതിന് ആഗ്രഹിച്ച കുബേരൻ ബാല്യത്തിൽ തന്നെ തപസ്സിന് പുറപ്പെട്ടു. ഹിമവാന്റെ സാനുക്കളിൽ തപസ്സാരംഭിച്ച ആ ബാലൻ 10,000 വർഷം ശീതജലത്തിൽ തലകീഴായി നിന്നുകൊണ്ട്, പിന്നെ 10,000 വർഷം പഞ്ചാഗ്നി മധ്യത്തിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ടും തപസ് തുടർന്നു. കുബേരന്റെ തപോബലത്തിൽ ദേവലോകം പോലും വിറകൊള്ളാൻ തുടങ്ങി. ദേവകൾ ബ്രഹ്മദേവനോട് അപേക്ഷിച്ചു, ദേവ, കുബേരന്റെ കഠിന തപസ് ദേവലോകത്തെ നിഷ്പ്രഭമാക്കുന്നു. അവന്റെ തപസ് തുടരുന്ന പക്ഷം ദേവലോകം കത്തിജ്വലിച്ചേക്കും. അവിടുന്ന് കുബേരന് ദർശനം നൽകിയാലും. ദേവന്മാരുടെ ആവശ്യപ്രകാരം ബ്രഹ്മദേവൻ കുബേരന് മുന്നിൽ പ്രത്യക്ഷനായി ആവശ്യപ്പെട്ടു, കുബേര, നിന്റെ തപസ് കഠിനം തന്നെ. ദേവലോകം പോലും അതിൽ നിഷ്പ്രഭമായിരിക്കുന്നു. നിന്റെ എന്ത് ആവശ്യമാണ് ഞാൻ നിറവേറ്റിത്തരേണ്ടത്? കുബേരൻ ബ്രഹ്മദേവനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭോ, അവിടുത്തെ ഒരു എളിയ ശിഷ്യൻ മാത്രമായ കുബേരൻ അപേക്ഷിക്കുകയാണ്, ലോകപാലകന്മാരിൽ ഒരാളായി എന്നെ മാറ്റാൻ അവിടുന്ന് ദയയുണ്ടാവണം. കുബേരന്റെ അപേക്ഷയിൽ പ്രസന്നനായ ബ്രഹ്മദേവൻ പറഞ്ഞു, നിന്റെ ആവശ്യം തികച്ചും ന്യായമാണ്. നിന്റെ ആഗ്രഹം നടക്കുക തന്നെ ചെയ്യും. അതിനു പുറമെ വിശിഷ്ടമായ ശംഖനിധി, പത്മനിധി എന്നീ നിധികളും പുഷ്പകമെന്ന വിമാനവും നീ സ്വീകരിക്കുക. ഇപ്രകാരം കുബേരനെ അനുഗ്രഹിച്ച ശേഷം ബ്രഹ്മദേവൻ മറഞ്ഞു. ബ്രഹ്മദേവൻ നൽകിയ ദിവ്യവരങ്ങൾ കുബേരനെ ആനന്ദ സാഗരത്തിൽ ആറാടിച്ചു. താണു നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം അവയെല്ലാം സ്വീകരിക്കുകയും തെക്കേ സമുദ്രത്തിൽ പോവുകയും ചെയ്തു. അതിനുശേഷം ത്രികൂടപർവ്വതത്തിന്റെ ശിഖരത്തിൽ ലങ്കയെന്ന അത്ഭുത നഗരി സ്ഥാപിച്ച് അവിടെ വാസമുറപ്പിച്ചു. സ്നേഹപൂർവ്വം, രഞ്ജൻ, കയനാട്.